പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ ധർമ്മശാലയിൽ നിന്നും 4 കിലോമീറ്റർ കിഴക്ക് വളപട്ടണം പുഴയുടെ തീരത്താണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശൈവ വൈഷ്ണവ സങ്കല്പമായ ഭഗവാൻ മുത്തപ്പൻ പരബ്രഹ്മ സ്വരൂപനാണെന്നാണ് സങ്കല്പം. തെയ്യക്കോലത്തിൽ വരുന്ന പറശ്ശിനിക്കടവ് മുത്തപ്പൻ ഒരേ പരമാത്മാവായ ഭഗവാന്റെ 2 പ്രധാനപ്പെട്ട ദൈവിക ഭാവങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ചന്ദ്രക്കലയുടെ രൂപമുള്ള കിരീടം വെച്ച് പരമശിവനെയും മത്സ്യരൂപമുള്ള കിരീടം വെച്ച് ശ്രീ മഹാവിഷ്ണുവിനെയും ഇവയെ പ്രതിനിധാനം ചെയ്യുന്ന 2 തെയ്യങ്ങളായ വെള്ളാട്ടവും തിരുവപ്പനയുമാണ് ഇവിടെ കെട്ടിയാടുന്നത്. നായ വാഹനമായിട്ടുള്ള ഭൈരവമൂർത്തിയായി പറശ്ശിനിക്കടവ് മുത്തപ്പനെ കണക്കാക്കാറുണ്ട്. ഇവിടെ നിവേദ്യം കള്ളും ചുട്ട മീനുമാണ്. നാനാജാതി മതസ്ഥർക്കും പ്രവേശിക്കാം. ചായയും പുഴുങ്ങിയ പയറും ഉച്ചയ്ക്കും രാത്രിയിലും ചോറും ഇവിടെ നൽകുന്നു. മുത്തപ്പന്റെ പ്രധാന വഴിപാടുകളാണ് പൈൻകുറ്റി, വെള്ളാട്ടം, തിരുവപ്പന എന്നിവയാണ്. എല്ലാ ദിവസവും പുലർച്ചയ്ക്ക് തിരുവപ്പനയും വെള്ളാട്ടവും വൈകുന്നേരം ഊട്ടും വെള്ളാട്ടവും ഉണ്ടായിരിക്കുന്നതാണ്. മടപ്പുരയോട് മുട്ടി നിൽക്കുന്നതാണ് കഴകപ്പുര. മുത്തപ്പന്റെ കലശസ്ഥാനമാണിത്. ഭഗവതിയെയും ധർമ്മദൈവങ്ങളെയും കുടിവീരൻ ദൈവങ്ങളെയും ഇവിടെ കുടിയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കഴകപ്പുര മറ്റൊരു ദേവാലയം കൂടിയാണ്. കഴകപ്പുരയിൽ ദിവസവും കാലത്ത് വിളക്ക് വെച്ച് ഗ്രന്ഥപാരായണമുണ്ട്. മുത്തപ്പന്റെ ദൈവം ദിവസവും ഇവിടേക്ക് എഴുന്നള്ളി തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നുമുണ്ട്. മക്കളില്ലാതെ വിഷമിച്ച അടിയുറച്ച ശിവഭക്തിയായ പാടിക്കുറ്റിയമ്മയ്ക്കും നമ്പൂതിരിക്കും മഹാദേവന്റെ അനുഗ്രഹത്താൽ ലഭിച്ച കുട്ടിയാണ് പിൽക്കാലത്ത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടതെന്ന് കഥ. കണ്ണൂർ ജില്ലയിലെ പയ്യാവൂരിലെ ഏരുവേശി എന്ന ഗ്രാമത്തിലെ വയത്തൂർ കാലിയാരും പാടിക്കുറ്റി ഭഗവതിയും മുത്തപ്പന്റെ അച്ഛനമ്മ ആണെന്ന് വിശ്വസിക്കുന്നു. എരുവേശിയിലുണ്ടായിരുന്ന ഒരു ബ്രാഹ്മണ ഗൃഹമാണ് അയ്യങ്കര ഇല്ലം. അവിടുത്തെ നമ്പൂതിരിയായിരുന്നു അന്നത്തെ നാടുവാഴി. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് പാർവതിക്കുട്ടി. ഇവരെ പാടിക്കുറ്റി എന്നാണ് വിളിച്ചിരുന്നത്. വേളി കഴിഞ്ഞിട്ടും വളരെ കാലത്തേക്ക് ഇവർ പ്രസവിച്ചില്ല. പാടിക്കുറ്റി അന്തർജനം ശിവഭക്തിയായിരുന്നു. മക്കളില്ലാത്ത ദുഃഖം കൊണ്ട് വഴിപാടുകൾ പലതും നടത്തി. ശിവന് ബലിയായി പലതും നടത്തി പ്രാർത്ഥിച്ചു. മനം നൊന്ത് കഴിയുന്ന പാടിക്കുറ്റി വ്രതവും പ്രാർത്ഥനയും വഴിപാടുമെല്ലാം മുടങ്ങാതെ നടത്തി. ഇല്ലം വകയായുള്ളത് ഒരു വിഷ്ണു ക്ഷേത്രമാണ്. അവിടെ ദിവസവും കുളിച്ചു തൊഴുത് ഭജിക്കും. ഇതിൻ്റെ എല്ലാം ഫലമായി പാടിക്കുറ്റിയിൽ മഹാവിഷ്ണുവും പരമശിവനും ഒരുപോലെ പ്രസന്നരായി. അവർക്ക് ഒരോമന പൊന്മകനെ ലഭിക്കുവാനുള്ള അവസരവും ഉണ്ടായി. എരുവേശിയിലെ കുന്നിൻ്റെ താഴത്തുകൂടിയാണ് എരുവേശി പുഴ ഒഴുകുന്നത്. പുഴക്കര തിരുവങ്കടവ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ കടവിൽ പ്രത്യേക കല്ലും ഉണ്ടായിരുന്നു. അതാണ് തിരുനെറ്റിക്കല്ല്. ഒരു ദിവസം പതിവ് പോലെ പാടിക്കുറ്റി തിരുവങ്കടവിൽ നീരാട്ടിനിറങ്ങി. അന്തർജനത്തിന്റെ മുമ്പിൽ തിരുനെറ്റിക്കല്ലിന്റെ മുകളിൽ ഉദയസൂര്യൻ വന്നു നിൽക്കുന്നത് പോലുള്ള ലാവണ്യ വലയമുള്ള ഒരു ചോരക്കുഞ്ഞ് കൈകാലിളക്കി പൂമെത്തിയിൽ കിടക്കുന്നത് കണ്ടു. കുഞ്ഞിനെ കണ്ടതോടെ പാടിക്കുറ്റിയുടെ മനസ്സിലുണ്ടായ മാറ്റം അവർക്ക് തന്നെ പിടികിട്ടിയില്ല. മായാമോഹം കൊണ്ട് പാടിക്കുറ്റിക്ക് താൻ തന്നെ പ്രസവിച്ച കുഞ്ഞാണെന്ന് തോന്നുകയും കുഞ്ഞിനെ കോരിയെടുക്കുകയും ചെയ്തു. അപ്പോഴേക്കും പ്രസവിച്ചില്ലെങ്കിലും പാടിക്കുറ്റിയുടെ മാറിടം പാൽ ചുരത്തി. ഒരു യന്ത്രം പോലെ അവർ കുഞ്ഞിന് പാലൂട്ടുവാൻ തുടങ്ങി. കുഞ്ഞിനെയും കൊണ്ട് പാടിക്കുറ്റി ഇല്ലത്തേക്ക് പോയി. വളർത്തുവാനുള്ള അനുവാദം ഭർത്താവായ നാടുവാഴിയിൽ നിന്ന് നേടി. സ്വന്തം മകനെ പോലെ വളർത്തി തുടങ്ങി. അങ്ങനെ അയ്യങ്കാർ ഇല്ലത്ത് ഉണ്ണി നമ്പൂതിരിയായി മുത്തപ്പൻ വളർന്നു വന്നു. ബാല്യം മുതൽക്കു തന്നെ വിചിത്രമായ രീതികളായിരുന്നു. മനയ്ക്കടുത്തുള്ള കാട്ടിൽ അമ്പും വില്ലും എടുത്ത് വേട്ടയ്ക്ക് പോകുന്നത് പതിവായിരുന്നു. താഴ്ന്ന ജാതിക്കാരുമൊത്ത് ഈ കുട്ടി ഭക്ഷണം കഴിക്കുമായിരുന്നു. സാധാരണക്കാരായ ആളുകളുടെ കൂടെ നടന്നും നായാടികളുടെ കൂടെ നടന്നും കാട്ടുമൃഗങ്ങളെ വേട്ടയാടി പിടിച്ചും മത്സ്യമാംസാദികൾ കഴിച്ചും ഇല്ലത്തിന് പേരുദോഷം കേൾപ്പിച്ചു. ഇത് രണ്ടും നമ്പൂതിരി ആചാരങ്ങൾക്കെതിരായതിനാൽ മാതാപിതാക്കൾക്ക് കുട്ടിയോട് ഇവ നിർത്തുവാൻ അഭ്യർത്ഥിച്ചു. പക്ഷേ ഈ അഭ്യർത്ഥന കുട്ടി ചെവിക്കൊണ്ടില്ല.
ഇല്ലത്തെ നമ്പൂതിരിക്ക് ഇതിലെല്ലാം എതിർപ്പായിരുന്നെങ്കിലും പുത്രസ്നേഹം കാരണം അന്തർജനം എല്ലാം പുറത്തു മകനെ സ്നേഹിച്ചു. ഒടുവിൽ നിവൃത്തിയില്ലാതായപ്പോൾ വീട് വിട്ടിറങ്ങാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ മുത്തപ്പൻ അമ്പും വില്ലുമെടുത്ത് കാലഭൈരവന്റെ രൂപത്തിലുള്ള തൻ്റെ തീക്കണ്ണുകളോടെ ഉഗ്രമായ വിശ്വരൂപം കാട്ടിക്കൊടുക്കുകയും അവതാര ഉദ്ദേശ്യം വെളിപ്പെടുത്തുകയും ചെയ്തു. മാതാപിതാക്കൾക്ക് ഇതൊരു സാധാരണ കുട്ടിയല്ലെന്നും ദൈവമാണെന്നും മനസ്സിലായി. അവർ അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. കുട്ടി അവരെ അനുഗ്രഹിച്ചു. ആ കണ്ണുകളിൽ നിന്നുള്ള അഗ്നി കണ്ട് ഭയപ്പെട്ട് ആ അമ്മ മകനോട് ഇനിയെന്നും പൊയ്ക്കണ്ണ് ധരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല എന്നും എനിക്ക് മലനാട് വരെ സഞ്ചരിക്കണമെന്നും പറഞ്ഞ് അവിടെ നിന്ന് നാലുപാട് നോക്കിയ ശേഷം കുന്നത്തൂർ പാടി കണ്ട് കൊതിച്ച് ദൈവം അയ്യങ്കരയിൽ നിന്ന് യാത്രയായി. അങ്ങനെയാണ് കുന്നത്തൂർ പാടിയിൽ വന്നതത്രേ. പക്ഷേ കുന്നത്തൂരിൻ്റെ പ്രകൃതി സൗന്ദര്യം കണ്ട് ദൈവം അവിടെ തങ്ങുവാൻ തീരുമാനിച്ചു. പനമരങ്ങളിലെ കള്ള് കണ്ട് ദൈവം ആകൃഷ്ടനായി. നിരക്ഷരനായ ചന്ദ്രൻ എന്ന കള്ളുചെത്തുകാരൻ തൻ്റെ പനമരങ്ങളിൽ നിന്ന് എന്നും രാത്രി കള്ള് മോഷണം പോകുന്നതായി കണ്ടുപിടിച്ചു. അങ്ങനെ പനകൾക്ക് കാവൽ കിടക്കുവാൻ ചന്ദ്രൻ തീരുമാനിച്ചു. അങ്ങനെ കാവൽ കിടക്കവേ ഒരു വൃദ്ധൻ പനയിൽ നിന്ന് തൻ്റെ കള്ള് മോഷ്ടിക്കുന്നതായി കണ്ടുപിടിച്ചു. തൻ്റെ അമ്പും വില്ലുമെടുത്ത് ഈ വൃദ്ധനെ പനമരത്തിൽ നിന്ന് നെയ്തിടാൻ ചന്ദ്രൻ തീരുമാനിച്ചു. അമ്പ് തൊടുക്കവേ ചന്ദ്രൻ ബോധരഹിതനായി നിലത്തു വീണു. ഭർത്താവിനെ തിരക്കി വന്ന ചന്ദ്രന്റെ ഭാര്യ അദ്ദേഹം ബോധരഹിതനായി നിലത്ത് കിടക്കുന്നത് കണ്ട് നിലവിളിച്ചു. മുകളിലേക്ക് നോക്കിയ അവർ മരത്തിനു മുകളിൽ ഒരു വൃദ്ധനെ കണ്ടു. ഒരു അപ്പൂപ്പനെ എന്ന പോലെ മുത്തപ്പ എന്ന് വിളിച്ച് ദൈവത്തോട് തൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ അവർ പ്രാർത്ഥിച്ചു. പിന്നാലെ അവരുടെ ഭർത്താവിന് ബോധം തിരിച്ചു വന്നു. അവർ മുത്തപ്പന് പുഴുങ്ങിയ ധാന്യങ്ങളും തേങ്ങാപ്പൂളും ചുട്ട മീനും കള്ളും നൈവേദ്യമായി അർപ്പിച്ചു. മുത്തപ്പൻ്റെ അനുഗ്രഹം അവർ അഭ്യർത്ഥിച്ചു. ചന്ദ്രൻ്റെ ആഗ്രഹമനുസരിച്ച് മുത്തപ്പൻ കുന്നത്തൂർ തൻ്റെ ഭവനമായി തിരഞ്ഞെടുത്തു. ഇതാണ് പ്രശസ്തമായ കുന്നത്തൂർ പാടി. ഇന്നും മുത്തപ്പൻ ക്ഷേത്രങ്ങളിൽ വിശ്വാസികൾ പുഴുങ്ങിയ ധാന്യങ്ങളും തേങ്ങാപ്പൂളും നൈവേദ്യമായി അർപ്പിക്കുന്നു. കുന്നത്തൂരിൽ ഏതാനും വർഷങ്ങൾ താമസിച്ചതിനു ശേഷം മുത്തപ്പൻ തൻ്റെ അവതാരത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരണത്തിനായി കൂടുതൽ അനുയോജ്യമായ മറ്റൊരിടത്തേക്ക് മാറുവാൻ തീരുമാനിച്ചു. കുന്നത്തൂപ്പാടിയിൽ നിന്ന് ആകാശത്തേക്ക് മുത്തപ്പൻ ഒരു അമ്പ് തൊടുത്തുവിട്ടു. ഈ അമ്പ് പറച്ചിങ്ങ പുഴക്കരയിൽ വളരുന്ന ഒരു തരം മുള്ളുള്ള ചെടി വളരുന്ന പ്രദേശത്ത് വന്ന് പതിക്കുകയും ചെയ്തു. പറച്ചിങ്ങ തിങ്ങുന്ന പ്രദേശമായതിനാൽ അതിന് പറശ്ശിനിക്കടവ് എന്ന പേര് വന്നു. അവിടെ രാത്രി മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വണ്ണാൻ ഒരു മരത്തിൽ തറച്ചിരിക്കുന്ന അമ്പ് കാണുകയും അതിൽ അപാരമായ ദിവ്യപ്രകാശം കാണാൻ ഇടവരുകയും ചെയ്തപ്പോൾ ആ സ്ഥലത്തെ നാടുവാഴിയായ കാരണവരോട് പറഞ്ഞ് അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ പ്രശ്നവിധികൾ ചെയ്തപ്പോൾ അത് മുത്തപ്പൻ ദൈവമാണെന്നും ക്ഷേത്രം കെട്ടി ആരാധിക്കണമെന്നും പറഞ്ഞു. ഇവിടെയാണ് പ്രശസ്തമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിനടുത്തുള്ള തീർത്ഥത്തിൽ നിന്ന് പ്രകാശം ചൊരിഞ്ഞ ഈ അമ്പ് ഇന്ന് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലെ ഒരു അൾത്താരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇതിനുശേഷം മുത്തപ്പൻ പറശ്ശിനിക്കടവിൽ വസിക്കുന്നു എന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിൽ നായയെ പാവനമായി കരുതുന്നു. ക്ഷേത്ര പരിസരത്ത് ധാരാളം നായ്ക്കളെ കാണാം. ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിൽ 2 നായ്ക്കളുടെ പിച്ചള പ്രതിമകളുണ്ട്. മുത്തപ്പൻ്റെ അംഗരക്ഷകരായ നായ്ക്കളുടെ വിശ്വാസ്യത ഈ പ്രതിമകൾ കാണിക്കുന്നു. ക്ഷേത്രത്തിൽ പ്രസാദം തയ്യാറാക്കുമ്പോൾ ആദ്യം എപ്പോഴും നൽകുക ക്ഷേത്രത്തിനുള്ളിലുള്ള ഒരു നായയ്ക്കാണ്. മുത്തപ്പന് മുൻപിൽ നായ്ക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പല കഥകളുമുണ്ട്. ഇതിൽ ഒരു കഥ ഇങ്ങനെയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്ര അധികാരികൾ ക്ഷേത്രത്തിനുള്ളിലെ നായ്ക്കളുടെ എണ്ണം കുറയ്ക്കുവാൻ തീരുമാനിച്ചു. അവർ കുറച്ച് നായ്ക്കളെയും നായ്ക്കുഞ്ഞുങ്ങളെയും ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കി. പക്ഷേ അന്നത്തെ ദിവസം മുത്തപ്പൻ തെയ്യം അവതരിപ്പിക്കുന്ന ആൾക്ക് തെയ്യം ആടുവാൻ കഴിഞ്ഞില്ല. നായ്ക്കളെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കിയത് കൊണ്ടാണ് മുത്തപ്പൻ തെയ്യം തുള്ളുന്ന ആളുടെ ശരീരത്തിൽ പ്രവേശിക്കാത്തതെന്ന് മനസ്സിലാക്കിയ ക്ഷേത്രാധികാരികൾ
നായ്ക്കളെ ക്ഷേത്രത്തിൽ തിരിച്ചു കൊണ്ടുവന്നു. അന്നു മുതൽ തെയ്യം വീണ്ടും സാധാരണഗതിയിലായി എന്നുമാണ് കഥ. ക്ഷേത്രത്തിന് സമീപം ഒരു ഉല്ലാസ യാത്രാ ബോട്ട് സർവീസ് കൂടെ നടത്തുന്നു. താല്പര്യമുള്ളവർക്ക് വളപട്ടണം നദിയിലൂടെ ക്ഷേത്രത്തിനെ ചുറ്റി നദിയുടെയും ക്ഷേത്രത്തിൻ്റെയും സൗന്ദര്യം ആസ്വദിക്കാവുന്നതുമാണ്. വലുതും ചെറുതുമായ നിരവധി ബോട്ട് സർവീസുകളാണ് ഇവിടെ നടത്തുന്നത്.